24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ഇന്തും മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞു. ഒരു മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായി. മനുഷ്യൻ ഇയലുകളെപ്പോലെ മരിക്കുന്നത് നിത്യസംഭവമായിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരമില്ല. ഹാർബർ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയടക്കം നിരവധി കാര്യങ്ങളിൽ പഠനം നടക്കുന്നതല്ലാതെ നടപടികൾ എടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയാണ്. മുതലപ്പുഴയിലെ അപകട പരമ്പരയ്ക്ക് കാരണം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം എന്നാണ് റിപ്പോർട്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ന്യൂനപക്ഷ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പിനെ വിമർശിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ മരണക്കെണിയാണ് ഇവിടം. ഇന്നും മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. മത്സ്യത്തൊഴിലാളി കടലിൽ കയ്യും കാലും ഇട്ടടിക്കുമ്പോൾ സർക്കാർ മൗനത്തിലാണ്. രാവിലെ 6 മണിയോടെയായിരുന്നു ഇന്നത്തെ ആദ്യ അപകടം. മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിലേക്ക് വരുന്നതിനിടെ അഞ്ചുതെങ്ങ് സ്വദേശി ഔസേപ്പിന്റെ വെള്ളം അപകടത്തിൽപ്പെട്ടു. വള്ളത്തിലുണ്ടായിരുന്ന 4 പേർ ശക്തമായ തിരമാലയിൽ കടലിലേക്ക് വീണു. മത്സ്യത്തൊഴിലാളികളെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ എബ്രഹാം മരിച്ചു. അതായത് കാറ്റ് വരുമ്പോഴും വെള്ളം അവരിതിനകത്ത് കയറാൻ തന്നെ നോക്കും. അപ്പോഴായിരുന്നു അവർ തിരയിൽ അകപ്പെടുന്നത്. തിരയിൽ അകപ്പെട്ട് കഴിഞ്ഞിരുന്നപ്പോൾ ഭയം ഇല്ലാത്തവരായിരുന്നാലും ഈ അവരെ ചുഴിയല് കൊണ്ടിട്ട് അവരെ അങ്ങനെയാണ് ഓരോരുത്തർക്ക് അപകടം സംഭവിക്കുന്നത്. ഏഴുമണിയോടെ മറ്റൊരു വള്ളവും തിരയിൽപ്പെട്ട് മറഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായില്ല. ഈ വർഷം ഇതുവരെ 11 അപകടങ്ങളാണ് മുതലപ്പുഴയിലുണ്ടായത്. മുതലപ്പൊഴി മരണപ്പൊഴിയായി തന്നെ തുടരാൻ കാരണമെന്ത്? അപകടത്തിൽപ്പെട്ട് നമ്മൾ ഒരു പ്രാവശ്യം തന്നെ ഇത് വെള്ളം ഓടിച്ചുകൊണ്ട് പോയപ്പോൾ തന്നെ ഒരു 4-5 കടൽ വന്ന് അത് വള്ളം പൊത്തി ചാടിയുന്നു. എന്നുവെച്ചാൽ കടലിൻ്റെ പുറത്തുകൂടെ ചാടിയുന്നു. അന്ന് നമ്മളെ ജീവനൊക്കെ പോയെന്നാണ് അന്ന് സംഭവിച്ചത്, വിചാരിച്ചത് മനസ്സിൻ്റെ അകത്ത്. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമാണ് പ്രദേശത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. 440 മീറ്റർ നീളത്തിലും 90 മീറ്റർ വീതിയിലുമാണ് മുതലപ്പൊഴിയിൽ പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇവിടെ 70-ലേറെ ജീവനുകൾ അപകടങ്ങളിൽ പൊലിഞ്ഞു. തിരയുടെ ശക്തിയിൽപ്പെട്ട് മറയുന്ന ബോട്ടുകളും വള്ളങ്ങളും പൊഴിയിലെ കരിങ്കല്ലുകളിലും ടെട്രോപോഡുകളിലും ഇടിച്ചു തകരും. പാറക്കല്ലുകളിൽ കുരുങ്ങിയും തലയിടിച്ചുമാണ് ഏറെയും മരണങ്ങൾ. കടലിനും കാലമുണ്ട്. വടക്കൻ കടലും നേരുകടലും മുതലപ്പൊഴിക്കാർക്ക് കെട്ട കാലമാണ്. ദാ ഇക്കാണുന്ന ഇവിടെ മണലടിയും, തിര ഉയരും, മണൽത്തിട്ടയിൽ തട്ടി വള്ളങ്ങൾ മറിയും. മണൽ എടുത്തുകൊണ്ടുപോകുന്ന തെക്കൻ കടലിൽ മാത്രമാണ് മുതലപ്പൊഴിക്കാർക്ക് ഏക പ്രതീക്ഷ. പുലിമുട്ടിന്റെ പ്രവേശന കവാടത്തിൽ മണൽ നിറഞ്ഞ് ആഴം കുറഞ്ഞതാണ് അപകടങ്ങൾ കാക്കം കൂട്ടിയത്. മണൽ ഡ്രഡ്ജ് ചെയ്ത് നീക്കി പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. 2022-ൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം ചെയ്ത് ആഴം കൂട്ടിയപ്പോൾ അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞിരുന്നു. ഇപ്പോൾ അദാനി ഗ്രൂപ്പിനാണ് മണ്ണ് നീക്കാനുള്ള ചുമതല. വിഴിഞ്ഞം പോർട്ടിനായി മുതലപ്പൊഴിയിലെ സൗകര്യങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ എല്ലാ വർഷവും കൃത്യമായി ഡ്രഡ്ജിംഗ് നടത്താമെന്ന് കരാറുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം പാതി വഴിയിൽ നിലച്ചു. സർക്കാരും അദാനിയുമായിട്ട് ചേർന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളിയായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയായ ഞങ്ങളെ പറ്റിക്കുന്നു. അതാണ് ഇപ്പോൾ കടന്നത്. അവർ മണ്ണ് റച്ചില്ല, പക്ഷെ അവരത് മുകളിലേക്കെടുത്തില്ല. അതാണ് ഈ അപകടങ്ങൾ തുടർന്നു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുലിമുട്ടിന്റെ വീതി 60 മീറ്ററായി കുറഞ്ഞു. 6 മീറ്റർ ആഴം വേണ്ടിടത്ത് 2 മീറ്ററോളം മാത്രമാണ് ആഴമുള്ളത്. മരണക്കെണിയായ മുതലപ്പൊഴിയിലെ അപാകതകൾ പരിഹരിക്കാനായി നടന്ന പഠന പരമ്പരകളെല്ലാം പ്രഹസനമായി മാറുന്ന കാഴ്ചകളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. 13 വർഷത്തിനിടെയുണ്ടായ 7 പഠനങ്ങളിലെ പ്രധാന ശുപാർശകളായ പൊഴിയുടെ ആഴം കൂട്ടലും മണൽ മാറ്റി നിക്ഷേപിക്കലും ഇതുവരെ കാര്യമായി നടന്നിട്ടില്ല. ഈ കല്ല് വരുന്നതിന് മുമ്പ് ഇവിടെ കടപ്പുറം ഉണ്ടായിരുന്നു 5 തെങ്ങ് ദേശങ്ങളിൽ.
അവിടെ വള്ളങ്ങളൊക്കെ ഞങ്ങൾ റഫ് സീസണിലൊക്കെ സുഖമായിട്ട് പോകുമായിരുന്നു. വള്ളം കമരും, അപകടങ്ങളില്ല, മരണങ്ങളില്ല. ഞങ്ങൾക്കറിയാം, മനസ്സുറപ്പുണ്ട്, നീന്തി വരും, ഞങ്ങൾ കരയ്ക്ക് നീന്തി വരും. പക്ഷേ ഇവിടെ നീന്താൻ വേണ്ടി എന്താണ് സൗകര്യം? നീന്തി കഴിഞ്ഞാൽ കല്ലിനകത്ത് ഡെഡ് ബോഡി പോലും കിട്ടത്തില്ല. അപകടങ്ങൾ തുടർക്കഥയാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിൽ ഇന്ന് വിശദമായ സിറ്റിംഗ് നടന്നിരുന്നു. മേഖലയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ ഫലപ്രദമായ യാതൊരു നിർദ്ദേശവും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്നാണ് കമ്മീഷന്റെ തന്നെ വിമർശനം. ഇതുവരെയുള്ള പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് പദ്ധതികൾ സമർപ്പിച്ചുവെന്നും അംഗീകാരം ലഭിച്ചില്ലെന്നുമാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അംഗീകാരം ലഭിച്ചാലും എത്ര കാലം കൊണ്ട് ഇത് നടപ്പിലാക്കും? അതുവരെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ആര് സമാധാനം പറയും? മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാരിന് വിശ്വാസമില്ല. ഇനി അപകടങ്ങൾ ഉണ്ടാകും, അതിലൊരു മാറ്റമില്ല. ഇനി വരാൻ പോകുന്നത് ആനയടിയാണ്. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ കനക്കും, കടൽ കൊള്ളും. പട്ടിണിയാകുമ്പോൾ സ്വാഭാവികമായും ഇവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകും. തിരികെ തീരം തൊടാറാകുമ്പോൾ വള്ളം മറിഞ്ഞു മരിക്കും. അപ്പോഴും സർക്കാർ നിസ്സംഗത തുടരും. ക്യാമറാമാൻ ജിനോസ് രാജിനും ജിതിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.